പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വികാരിച്ച വചന പ്രഘോഷണ ടീമിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മൾ ഈ സന്ധ്യയിൽ 3-4 മണിക്കൂറുകൾ പരിശുദ്ധ കുർബാനയും നമ്മുടെ വിശ്വാസത്തിന്റെ മുഖ്യ ഘടകങ്ങളുമെല്ലാം എന്താണെന്ന് ഒന്നുകൂടെ കേൾക്കുകയും മനസ്സിലാക്കുകയും അനുഭവിച്ച് അറിയുകയും ചെയ്യുന്ന നിമിഷങ്ങളാണല്ലോ. പരിശുദ്ധ ബെനഡിക്ട് പിതാവിന്റെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരം കത്തോലിക്കാ സഭയിൽ ഒരു വർഷക്കാലം വിശ്വാസ വർഷമായിട്ട് സഭയുടെ വിശ്വാസത്തിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി നമ്മൾ തിരിച്ചറിയുകയാണ്. ദൈവവചനത്തിലെ വിശുദ്ധ ഗ്രന്ഥവും പാരമ്പര്യവും വിശ്വാസ പ്രമാണവും കുർബാനയും മറ്റ് കൂദാശകളും അതുപോലെ കത്തോലിക്കാ സഭയുടെ മതബോധന പ്രബോധനങ്ങളും ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, വൈദിക ജീവിതത്തിൽ, സമർപ്പിത ജീവിതത്തിലൊക്കെ എപ്രകാരം നമ്മൾ കാണുന്നു, മനസ്സിലാക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ പ്രഘോഷണമാണല്ലോ. ഞാൻ ഈ അവസരത്തിൽ 2-3 നിമിഷങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു തിരുവചനത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വിശദീകരണമാണ്. മത്തായിയുടെ സുവിശേഷം 13:52 സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനായ ഓരോ നിയമജ്ഞനും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പഴയതും പുതിയതും ആവശ്യാനുസൃതം എടുത്ത് കൊടുക്കുന്നു. സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനായ ഓരോ ഫരിസേയനും അല്ലെങ്കിൽ നിയമജ്ഞനും, ആ വാക്കിൽ തന്നെ ഉണ്ടല്ലോ, ഫരിസേയന് പഴയ നിയമത്തിലെ ആളാണ്, സ്വർഗരാജ്യത്തിന്റെ ശിഷ്യൻ പുതിയ നിയമത്തിലെ ആളാണ്. അപ്പൊ സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനായ ഓരോ നിയമജ്ഞനും, ഒരു യഹൂദൻ മനസ്സാന്തരപ്പെട്ട് സഭയിലേക്ക് വരുമ്പോൾ തന്റെ നിക്ഷേപത്തിൽ നിന്ന് പഴയതും പുതിയതും ആവശ്യാനുസരണം എടുത്ത് കൊടുക്കുന്നു. ആ തിരുവചനത്തിന്റെ ഒരു ആത്മീയ അർത്ഥമാണ് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇത് കർത്താവ് തായുടെ സുവിശേഷത്തിലെ 11-ാം അധ്യായത്തിലെ ഉപമാലങ്കാരത്തിലൂടെ ദൈവരാജ്യത്തിന്റെ പ്രത്യേകത, ഈശോ ആകുന്ന ആ മുത്ത്, അതിനെക്കുറിച്ചെല്ലാം പറയുന്ന അവസരത്തിലാണ് ഒരു ജോലിക്കാരന് വയൽ വെട്ടുമ്പോൾ വലിയ ഒരു നിധി കണ്ടെത്തിയാൽ അവനത് ആരോടും പറയാതെ അവിടെ മൂടിയിട്ട് വീട്ടിൽ ചെന്ന് ഉള്ളതെല്ലാം വിറ്റ് തിരിച്ചു വന്ന് ആ മുത്ത് കിടക്കുന്ന ആ വയൽ അവൻ വാങ്ങിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു മുത്ത് വ്യാപാരി, മുത്തുകൾ വിൽക്കുന്നവന് കച്ചവടവുമായിട്ട് നടക്കുമ്പോൾ ഏറ്റവും നല്ല വിലപിടിപ്പുള്ള ഒരു മുത്ത് കണ്ടാൽ അവനും ഇതുപോലെ വന്ന് കയ്യിലുള്ള മറ്റ് മുത്തുകളെല്ലാം വിറ്റ് കളഞ്ഞിട്ട് ആ അമൂല്യമായ രത്നം വന്ന് വാങ്ങിക്കുകയാണ്. ആ 2 കാര്യങ്ങൾ പറയുന്ന പശ്ചാത്തലത്തിലാണ് ഈശോ ഇത് പറയുന്നത്. സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനാകുന്ന ഫരിസേയൻ, ഒരു പഴയ നിയമ വ്യക്തി. ഇപ്പോഴും നമുക്കറിയാം, യഹൂദന്മാരായിട്ട് തന്നെ നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. പഴയ നിയമം മാത്രമേ അവർ ദൈവവചനമായിട്ട്, ബൈബിളായിട്ട് പരിഗണിക്കുന്നുള്ളൂ. അവരങ്ങനെ നിൽക്കുകയാണ്. ദൈവരാജ്യത്തിന്റെ, സഭയുടെ, ഈശോയുടെ സുവിശേഷത്തിന്റെ ശിഷ്യന്മാരാകാത്ത ഒരുപാട് ഫരിസേയന്മാര് ഇന്നുമുണ്ട്. ഇസ്രായേലിലും സമീപ പ്രദേശത്തുമൊക്കെ അങ്ങനെയാണല്ലോ. അവർക്ക് ഈശോയാകുന്ന ആ മുത്ത് കണ്ടെത്താൻ സാധിച്ചില്ല. സമറിയാക്കാരിയെക്കുറിച്ചുള്ള ആ വിവരണത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, രക്ഷ യഹൂദരിൽ നിന്നാണ്. നമ്മളെല്ലാവരും പോയി യഹൂദന്മാരായിട്ട് തിരിച്ചു വരണമെന്ന അർത്ഥത്തിലല്ല. യഹൂദന്മാര് പവിത്രമായിട്ട് കരുതുന്ന പഴയ നിയമത്തിൽ നിന്ന് വേണം നമ്മൾ ആ രക്ഷയുടെ ഉറവിടം അന്വേഷിക്കാനായിട്ട്. രക്ഷ യഹൂദരിൽ നിന്നാണ്. പഴയ നിയമം നമ്മൾ നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കുമ്പോഴാണ് പുതിയ നിയമത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത്. പഴയ നിയമം മുഴുവനും പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈശോയെ കുറിച്ചാണ്. ഈശോ
എന്ന ആ യാഥാർത്ഥ്യമാണ്, പുതിയ നിയമമാണ് പഴയ നിയമത്തിന്റെ കമന്ററി തന്നെ. അങ്ങനെ പഴയ നിയമത്തിലെ ആ നല്ല പ്രാവീണ്യമുള്ള അവരാണ് ഫരീസയന്മാര്. വേദപുസ്തകം മുഴുവനും അവർക്ക് നല്ലതുപോലെ അറിയാം. ഏത് വാക്യവും പഴയ നിയമത്തിലെ ചോദിച്ചാൽ അപ്പോഴവർ പറയും. അവരുടേതായ രീതിയിൽ അവർ വ്യാഖ്യാനം നൽകും. അവർ പണ്ഡിതന്മാരാണ്, നിയമജ്ഞന്മാരാണ്, സ്ക്രൈബ്സ് എഴുത്തുകാരാണ്, നല്ലതുപോലെ എഴുതാൻ അറിയാവുന്നവരാണ്. അങ്ങനെയുള്ള വ്യക്തി ദൈവരാജ്യത്തിന്റെ ശിഷ്യനാകുമ്പോൾ, പുതിയ നിയമം കൂടെ പഠിക്കുമ്പോൾ, അവനാകുന്ന ആ വ്യക്തിയില്, അവന്റെ മനസ്സില്, അവന്റെ ബുദ്ധിയില്, അവന്റെ ഹൃദയത്തില് ഈ പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ ഉണ്ട്. ഇത് രണ്ടും ഒന്നാണെന്നും ആ പഴയ നിയമത്തിലെല്ലാം മറഞ്ഞിരിക്കുന്നത് ഈശോയാണെന്നും അവൻ തിരിച്ചറിയുകയാണ്. അതിനുവേണ്ടി അവനൊരു വലിയ പരിശ്രമം നടത്തണം. ഒരു പാമ്പ് വാർദ്ധക്യത്തിലെത്തുമ്പോൾ ചെയ്യുന്നത് വളരെ ഇടുങ്ങിയ ഒരു സുഷിരത്തിൽ കൂടെ അതിന്റെ തലയിട്ട് കൊടുത്ത് അത് വളരെ വേദനാപൂർവമായ ഒരു പ്രക്രിയയിലൂടെ ഒരുപാട് ദിവസങ്ങളെടുത്ത് പുറത്തു വരികയാണ്. ഒരു ജൈവ വേദന ആ സർപ്പം അനുഭവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞത് പുറത്തു വരുമ്പോൾ അത് ചെറുപ്പമായി, സൗന്ദര്യമുള്ളതായി, യുവത്വം കിട്ടി, അങ്ങനെ നല്ല ഉത്സാഹത്തോടുകൂടി പിന്നെ ജോലി ചെയ്യാൻ പറ്റും. ഈ പഴയ നിയമത്തിന്റെ വലിയ പണ്ഡിതന്മാര് അവര് പുതിയ നിയമത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ഈ ജൈവ വേദന അവരനുഭവിക്കണം. പലർക്കും അത് സാധിച്ചില്ല. ഈശോ തന്നെ അവരോട് നേരിട്ട് പറഞ്ഞല്ലോ, എന്നെക്കുറിച്ചാണ് സങ്കീർത്തനത്തിലും പ്രവചനങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്ത് മനസ്സിലാക്കാത്തത്? എന്നെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ഈശോയെ കുറിച്ചാണ്. അത് മനസ്സിലാക്കാൻ പറ്റാതെ നിൽക്കുന്ന ആ വ്യക്തികൾക്ക് അവര് സ്വർഗരാജ്യത്തിന്റെ ശിഷ്യന്മാരാകുന്നില്ല, ഈശോയിലേക്ക് കടന്നു വരുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു വ്യക്തിക്ക് വരാൻ കഴിഞ്ഞാല്, പഴയ നിയമം നല്ലതുപോലെ അറിയാവുന്ന ഒരു വ്യക്തി, ഒരു യഹൂദൻ പുതിയ നിയമത്തിലേക്ക് വന്ന് ഈശോയെ പഠിച്ച് മനസ്സിലാക്കി സഭയുടെ അംഗമാകുമ്പോൾ അവന്റെ നിക്ഷേപത്തിൽ നിന്ന്, അവന്റെ വിശ്വാസത്തിൽ നിന്ന്, അവന്റെ ഡെപ്പോസിറ്റ് ഓഫ് ഫെയ്ത്തിൽ നിന്ന് പഴയതും പുതിയതും ആവശ്യാനുസരണം കേൾവിക്കാർക്ക് എടുത്തു കൊടുക്കാനായിട്ട് പറ്റും. അതാണല്ലോ ഓരോ പുരോഹിതനും ഓരോ വചന പ്രഘോഷകനും ചെയ്യുന്നത്. അതാണ് അവന്റെ സ്റ്റോർ ഹൗസ്, അവന്റെ ഹൃദയമാണ്, അവന്റെ ബുദ്ധിയാണ്, അവന്റെ ആത്മീയതയാണ്. അത് നിറച്ചിരിക്കുന്നത് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ആ തിരുവചനം കൊണ്ടാണ്, ദൈവവചനം കൊണ്ടാണ്. അങ്ങനെ നിറയ്ക്കപ്പെട്ട ആ ഹൃദയമാണ് യഥാർത്ഥത്തിലുള്ള സ്റ്റോർ ഹൗസ്, ദൈവത്തിന്റെ നിക്ഷേപം ഉള്ള വീട് എന്ന് പറയാവുന്നത് അതാണ്. നമ്മൾ ഞായറാഴ്ചകളിൽ കുർബാനകളിൽ പഴയ നിയമവും പുതിയ നിയമവും വായിക്കുന്നത് കൊണ്ടാണ്. അത് രണ്ടിനെയും കുറിച്ചും അച്ഛൻ പ്രസംഗിക്കുന്നത് അതുകൊണ്ടാണ്. അച്ഛൻ അച്ഛന്റെ നിക്ഷേപത്തിൽ നിന്ന് പഴയതും പുതിയതും നിങ്ങൾക്ക് ആവശ്യമേതാണ് എന്ന് കണ്ട് കേട്ട് മനസ്സിലാക്കി എടുത്ത് തരികയാണ്. ഒരു സ്റ്റോർ ഹൗസിൽ വെച്ചിരിക്കുന്നത് പോലെ അച്ഛൻ ജീവിക്കുന്ന ആ യാഥാർത്ഥ്യം നിങ്ങൾക്ക് നൽകുകയാണ്. ഈ മുതലിന്റെ പ്രത്യേകത, ഈ ദൈവവചനത്തെ ഒരിക്കലും ശത്രുക്കള് കൊണ്ടുപോവുകയില്ല, ഉറുമ്പ് അരിക്കുകയില്ല, ചിതല് കയറി പിടിക്കുകയില്ല. ഈ നിക്ഷേപത്തിന്റെ പ്രത്യേകതയാണ്. ഈ ട്രഷറി, ഈ ഖജനാവ് പഴയ നിയമവും പുതിയ നിയമവും അറിയാവുന്ന പ്രഘോഷകരുടെ, വിശ്വാസികളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ ശത്രുക്കൾ അവരെ ആക്രമിക്കുകയില്ല. വചനത്തിന്റെ സമൃദ്ധി കൊണ്ട് സ്വർഗത്തിലാണ് വാസ്തവത്തിൽ ആ നിക്ഷേപം അവർ സൂക്ഷിച്ചിരിക്കുന്നത്. പണ്ഡിതന്മാര് പറയാറുണ്ട്, വചനം അറിയാവുന്നവരെ അരിച്ചാല് അരിക്കുന്നവന്റെ പല്ല് പൊഴിയും എന്ന്. വചനം അറിയാവുന്നവനെ അരിച്ചാല് ഉറുമ്പും ചെതിലുമൊക്കെ ചെയ്യുന്നത് പോലെ അങ്ങനെ ചെയ്താല് അരിക്കുന്നവന്റെ പല്ല് പൊഴിയുകയുള്ളൂ. ഇരുമ്പാണിയിൽ തൊഴിക്കുന്നത് പോലെയാണ്. നടപടി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ
തൊഴിക്കുന്നവന്റെ കാല് കുടിയുകയുള്ളൂ. ആണിക്ക് ഒരു കുഴപ്പവുമില്ല. നമുക്ക് ഈ തിരുവചനം ഈ സന്ധിയിൽ നമ്മുടെ മനസ്സിൽ നമുക്ക് സൂക്ഷിക്കാം. ദൈവരാജ്യത്തിന്റെ ശിഷ്യനായ വ്യക്തികളാണ് നമ്മളെല്ലാവരും. നമുക്ക് പഴയ നിയമവും കുറെയെല്ലാം അറിയാം. എല്ലാ കുർബാനയിലും, ആഘോഷമായ കുർബാനയിൽ നമ്മളിത് കേൾക്കുന്നുണ്ട്. നമ്മള് പഴയ നിയമത്തിന്റെ ഫരീസേയൻ ദൈവരാജ്യത്തിലേക്ക് കടന്നു വന്നവനെ പോലെയാണ്. പഴയതും പുതിയതും നമുക്കറിയാം. അത് രണ്ടും കൂട്ടിയോജിപ്പിക്കുന്നത് ഈശോയാണെന്ന് നമുക്കറിയാം. ആ ഒരു വലിയ സത്യം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. പുതിയതും പഴയതും അവിശ്വാനുസരണം എന്നിൽ ഒന്നിച്ചു ചേരുമ്പോഴാണ് എന്റെ വിശ്വാസം പൂർണ്ണമാകുന്നത്, എന്റെ ആത്മീയത പൂർണ്ണമാകുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ അൽഫോൻസാമയോട് നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഈ പള്ളി നിറഞ്ഞ് കവിഞ്ഞ് ഈ സന്ധിയിൽ ആളുകൾ ഈ വചനത്തിന് ചുറ്റും, പരിശുദ്ധ കുർബാനയ്ക്ക് ചുറ്റുമുണ്ട്. നിങ്ങളെ ഇതുപോലെ സജീവമായ രീതിയിൽ ഒരുക്കിയ ബഹുമാനപ്പെട്ട വികാരിച്ചിനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അച്ഛൻ്റെ അജപാലനത്തിന്റെ ശക്തി കൊണ്ടുകൂടിയാണ് നിങ്ങൾ ഈ രാത്രിയിൽ ഈ പള്ളി നിറഞ്ഞു കവിഞ്ഞ് ഇവിടെ ആയിരിക്കുന്നത്. വചന സമൃദ്ധി നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിയോടെ ഓർക്കുന്നു. നമുക്ക് കർത്താവിന്റെ ആശീർവാദത്തിനായിട്ട് എഴുതി